ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിൻ്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ഫോറസ്റ്റുകാർ ആ കാട്ടിലേക്ക് വരികയാണ്. അപ്പോൾ വേലുവും അതുപോലെ മൂപ്പനും മൂപ്പത്തിയും നടുവളച്ച് നിന്നുകൊണ്ട് അവർ കൈകൂപ്പി നിൽക്കുകയാണ്. അങ്ങനെ അവർ വന്ന പാടെ തന്നെ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താണ് ഇവിടെ ചെയ്യുന്നത്? വിഷം വിളമ്പുന്നുണ്ടോ ആൾക്കാരെ കൊല്ലാൻ വേണ്ടി എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് മൂപ്പൻ പറയാണ്, അയ്യോ സാറ് ഒരിക്കലുമില്ല. അപ്പം പിന്നെ ആരാടാ തേൻ കൊടുത്തത്? ആരാടാ തേൻ അന്ന് കൈകാര്യം ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ ഞാനാ സാറ് എന്ന് വേലു പറയുകയാണ്. നടക്കണത് ഇങ്ങോട്ട് എന്ന് പറയുന്നുണ്ട്. അയ്യോ സാറേ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ ഒരിക്കലും അതിലങ്ങനെയൊന്നും ചെയ്യില്ല. ഞങ്ങൾ മലദേവതകളെ ആരാധിക്കുന്ന കൂട്ടത്തിലാണ്. ഒരിക്കലും ഞങ്ങൾ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന രീതിയിലൊന്നും ചെയ്യില്ല എന്ന് പറയുമ്പോഴും ചെയ്തോ ചെയ്തില്ലേ എന്ന് അറിയാലോ, അതിനു വേണ്ടി തന്നെയാണ് നിന്നെ കൊണ്ടുപോകുന്നത്. അവിടെ ജീപ്പ് കിടപ്പുണ്ട്, അതിൽ ചെന്ന് കയറടാ എന്ന് പറയുകയാണ്. അപ്പം മൂപ്പൻ പറയുന്നുണ്ട്, ഒരിക്കലും അങ്ങനെ ഒന്നും ചെയ്യില്ല സാറേ, അവനൊരു പാവമാണ് എന്ന് പറയുമ്പോൾ, എന്നാൽ നിങ്ങളാണോ ചെയ്തത്? അതെ, നിങ്ങളോട് ഇത്തിരി ആരാധന ഞങ്ങൾക്കുണ്ട്, അതില്ലാതാക്കണ്ട. എന്തായാലും ഇവരെ കൊണ്ടുപോയിട്ട് ഞങ്ങൾ എന്തായാലും പോലീസിന് കൈമാറും, അവർ കണ്ടുപിടിച്ചോളും സത്യങ്ങളെല്ലാം എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കേൾക്കുന്ന വിനായകൻ ജനലിൻ്റെ ഇടയിൽ കൂടി ഇരുന്നിട്ട് ഭയങ്കര പുഞ്ചിരി. അമലുവും അവൻ്റെ അരികിൽ നിൽക്കുന്നുണ്ട്. അമലുവിന് ചെറിയൊരു ടെൻഷനൊക്കെ ആകുന്നുണ്ട്. എന്തായാലും അവനെ ഫോറസ്റ്റുകാർ നടക്കട ഇങ്ങോട്ട് എന്നും പറഞ്ഞ് പിടിച്ചുകൊണ്ട് പോവുകയാണ്. അയ്യോ സാറേ കൊണ്ടുപോകല്ലേ, അയ്യോ സാറേ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ അവർ കരഞ്ഞ് പറയുന്നുണ്ട്. പക്ഷെ ആര് കേൾക്കാൻ, ഫോറസ്റ്റുകാർ അവരെ പിടിച്ചു വലിച്ചു കൊണ്ടുപോവുകയാണ്. അപ്പോഴേക്കും ആ കാട്ടിലുള്ള 2-3 ആൾക്കാരൊക്കെ അവിടേക്ക് വേറെ എത്തുന്നുണ്ട്. അവനെ പിടിച്ചു കൊണ്ടുപോയതിനു ശേഷം ഇവൻ വിനായകൻ ഇങ്ങനെ ചിരിക്കുകയാണ് ആ ഒരു കാഴ്ച കണ്ടിട്ട്. അപ്പോൾ അമലു അവിടേക്ക് വരികയാണ്. അമലു വന്നിട്ട്, സമാധാനമായല്ലോ നിങ്ങൾക്ക്? നിങ്ങളോട് ഞാൻ അപ്പോഴേ പറഞ്ഞതാണ്, വളരെ ചെറുപ്പത്തിലെ കാട്ടിൽ നിന്ന് കിട്ടിയെടുത്ത് വളർത്തിയതല്ലേ, ഇപ്പം എന്താ ഉണ്ടായത്? അവനെ കൊണ്ട് തന്നെ നിങ്ങൾക്ക് നാണക്കേടായില്ലേ? ഇനി മൂപ്പനെ ആരെങ്കിലും വിശ്വസിക്കോ? എല്ലാവരും മൂപ്പനെ പഴിക്കല്ലേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നുണ്ട്. അതൊക്കെ കേൾക്കുന്ന മൂപ്പൻ ആകെ വിഷമിച്ച് അവിടെ ഇരുന്ന് പോവുകയാണ്. അതിനുശേഷം പോലീസ് സ്റ്റേഷനിലാണ് നമ്മുടെ വേലുള്ളത്. പോലീസുകാരുടെ ഇടികൊണ്ട് ആകെ അവശ നിലയിലാവുന്നുണ്ട്. എന്തായാലും കിരണിനൊക്കെ അറിയുന്ന ആ ഒരു പോലീസ് തന്നെയാണ്, ആ ഒരു SI തന്നെയാണ് നമ്മുടെ വേലുവിനെ കൈകാര്യം ചെയ്യുന്നത്. അവനെ തലങ്ങും വിലങ്ങും അടിക്കുകയും കുനിച്ചു നിർത്തി ഇടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, പറയടാ സത്യം പറയടാ, എങ്ങനെയാണ് തേനിൽ വിഷം ചേർന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വേലു പറയുന്നത്, സാറേ സത്യമായിട്ട് എനിക്കറിയില്ല, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയണം. നീ ഒന്നും ചെയ്യാതെ പിന്നെ എങ്ങനെയാടാ തേനിൽ വിഷം ചേർന്നത് എന്ന് ചോദിച്ച് വീണ്ടും വീണ്ടും തല്ലുകയാണ്. സാറേ, ഞങ്ങൾ ഒരിക്കലും ഒരാളെ കൊല്ലാൻ വേണ്ടി ഒന്നും ചെയ്യാറില്ല സാറേ, സാറേ തല്ലല്ല സാറേ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല സാറേ എന്നൊക്കെ ഇങ്ങനെ വീണ്ടും വീണ്ടും പറയുകയാണ്. നീ ആരുടെ കയ്യിൽ നിന്ന് കൊട്ടേഷൻ എടുത്തിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ചന്ദ്രസേനൻ സാറ് ആ തേനൊന്ന് നാവിലൊന്ന് രുചിച്ചതേ ഉള്ളൂ, അപ്പോഴേക്കും ICUയിൽ ക്രിട്ടിക്കലായിട്ട് കിടക്കുകയാടാ. ഇത്രയും മാരക വിഷം നിങ്ങളിങ്ങനെ ചേർക്കണമെങ്കിൽ ആര് പറഞ്ഞിട്ടാടാ? ഈ നാട്ടിൽ നിന്ന് ആരെങ്കിലും കാട്ടിലോട്ട് എത്തിയിട്ടുണ്ടോടാ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നിൽക്കുന്നുണ്ട്. എന്താടാ നീ ആലോചിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ, ഒന്നുമില്ല സാറേ, ഇല്ല സാറേ, അങ്ങനെ ആരും അവിടേക്ക് എത്തിയിട്ടില്ല. എന്തായാലും നീ ഇവിടെ കിടക്ക്, നിന്നെ കൊണ്ട് സത്യം പറയിപ്പിച്ച് തന്നെ പിന്നുള്ള കാര്യമുള്ളൂ എന്നൊക്കെ പറഞ്ഞു ഒരുപാട് ഇടിയിടിച്ചതിന് ശേഷം SI അങ്ങനെ പുറത്തേക്ക് വരികയാണ് സെല്ലിൻ്റെ. എന്നിട്ട് അവിടെ ഉള്ള ഒരു കോൺസ്റ്റബിളിനോട് പറയുന്നുണ്ട്, ഇവനെ ഒരു തുള്ളി വെള്ളം കൊടുത്തു പോകരുത്, ഇവന് പറയാനുള്ള സത്യങ്ങളൊക്കെ ഇവൻ തുറന്ന് പറയണം, എങ്ങനെയാ തേനിൽ വിഷം ചേർന്നതെന്ന് ഇവൻ പറയണം, എന്നിട്ട് മാത്രം ഇവന് വെള്ളം പോലും കൊടുത്താൽ മതി എന്നും പറഞ്ഞ് അവൻ ഒരുപാട് തല്ലിച്ചതച്ച് അവിടെ നിന്നും പോലീസ് പോരുകയാണ്. അതിനുശേഷം നമ്മുടെ അമലു ആണെങ്കിൽ വീട്ടിൽ നിന്ന് ഓടി വരികയാണ് പുറത്തേക്ക് ഛർദ്ദിക്കാൻ വേണ്ടി. അങ്ങനെ ഓടി വന്ന് കുറേ അങ്ങ് ഛർദ്ദിച്ച് കളയുന്നുണ്ട്. അപ്പോൾ അമ്മ മൂപ്പത്തിയും ഓടി വരികയാണ്. ഓടി വന്നിട്ട്, എന്താ മോളെ, എന്താ പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട്. ഒന്നുമില്ല അമ്മേ, രാവിലെ എഴുന്നേറ്റപ്പോൾ തുടങ്ങി ചെറിയൊരു തലയ്ക്കൊരു കനം പോലെ ഒരു ഛർദ്ദിക്കാനൊക്കെ വരുന്നു എന്ന് പറയുകയാണ്. ചെന്നുകുത്തിൻ്റെതാണെന്ന് തോന്നുന്നുണ്ട് അമ്മേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അമ്മ പറയാണ്, അതിന് ഇപ്പോൾ അത് വരാറില്ലല്ലോ, അച്ഛൻ അതൊക്കെ മാറ്റിയെടുത്തതല്ലേ. അപ്പോൾ എന്തായാലും മോള് എന്തേതൊന്നും പറയാത്തത്? നീ ഇപ്പോൾ ഊര് ചുറ്റിങ്ങനെ നടക്കുകയല്ലേ, ഭക്ഷണത്തെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നത് പോലില്ല, അതൊന്നും നേരത്തിന് കഴിക്കുന്നില്ല. ഗ്യാസ് എന്ന് പറയുന്ന സാധനം കയറിക്കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. എന്തായാലും അമ്മ കുറച്ച് ഇഞ്ചി പിഴിഞ്ഞിട്ട് തേനും ചേർത്ത് തരാം, അത് കുഴിച്ചു കഴിഞ്ഞാൽ ഒരുവിധപ്പെട്ട ഗ്യാസും പൊക്കോളും. പിന്നെ കുറവില്ലെങ്കിൽ അച്ഛനോട് എന്തായാലും വിവരം പറയാം, അച്ഛൻ എന്തെങ്കിലും മരുന്ന് തരും, അതും കഴിച്ച് കുറവില്ലെങ്കിൽ ആശുപത്രിയിലോട്ട് പോകാം, 2 ദിവസമല്ലേ ഇവിടെ ഡോക്ടർ വരികയുള്ളൂ എന്ന് പറയുന്നുണ്ട്. അയ്യോ അമ്മയെ ആശുപത്രിയിലോട്ടൊന്നും പോകണ്ട എന്ന് അമല് പറയുകയാണ്. ആശുപത്രിയിലോട്ട് പോയി കഴിഞ്ഞാൽ സത്യങ്ങൾ അറിയുമല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്.
എന്തായാലും അമലുവിനെ പിടിച്ച് അകത്തേക്ക് കൊണ്ടുപോവുകയാണ് അമ്മ. അതിനുശേഷം നമ്മുടെ മൂപ്പന് പോലീസ് ഫോറസ്റ്റുകാരുടെ അരികിലേക്ക് വരികയാണ്. അങ്ങനെ മൂപ്പനോ ഇരിക്കുക എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഫോറസ്റ്റുകാരുടെ മുന്നിൽ ഇരിക്കുകയാണ്. സാറേ എന്താ സംഭവിച്ചത് മൂപ്പ? നിങ്ങളുടെ നാട്ടിൽ തേൻ വിൽക്കുന്നത് എങ്ങനെയാണ് വിഷം ചേരുന്നത് എന്ന് ചോദിക്കുമ്പോൾ, സാറേ സത്യമായിട്ടും എനിക്കറിയില്ല. അപ്പോൾ സത്യമായിട്ടും അറിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തുനിന്ന് വേറെ ആരെങ്കിലും നിങ്ങളുടെ നാട്ടിലോട്ട് വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മൂപ്പരൊന്ന് ചിന്തിക്കുകയാണ്. എന്താ ചിന്തിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ, ഒന്നുമില്ല സാറേ, ഞാനേ ഒരു ഫോട്ടോ കാണിച്ചു തരാമെന്നും പറഞ്ഞിട്ട് ഫോറസ്റ്റുകാരൻ ഗംഗപ്രസാദിന്റെ ഫോട്ടോ കാണിച്ചു കൊടുക്കുകയാണ്. കണ്ട, ഇയാളെങ്ങാനും ആ കാട്ടിൽ വന്നതായിട്ടോ കണ്ടതായിട്ടോ അറിവുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ മൂപ്പരങ്ങനെ പെട്ടുപോകുന്നുണ്ട്. അപ്പൊ മൂപ്പൻ ആകെ ഞെട്ടി നിന്നിട്ട്, ഇല്ല. അപ്പൊ എന്താണോ ആലോചിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ, ഒന്നുമില്ല, ഇങ്ങനെ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. നല്ല ചെറുപ്പക്കാരനാണല്ലോ, സുമുഖനുമാണ്, എന്നിട്ടും ഒരു ഗുണ്ടയാണെന്ന് പറഞ്ഞു കേട്ടപ്പോൾ ആകെ ഒന്ന് അന്തം വിട്ടു പോയതാണെന്ന് മൂപ്പൻ പറയുകയാണ്. എടോ, ഇപ്പോഴത്തെ ഗുണ്ടകളൊക്കെ അങ്ങനെ തന്നെയാടോ, എല്ലാവരും നല്ല സുമുഖനൊക്കെ തന്നെയാണ്, പക്ഷെ കയ്യിലിരിപ്പ് വളരെ മോശമാണ്. ഇവനെ ചെന്നൈയിലും കേരളത്തിലുമായിട്ട് ഒരുപാട് കൊലപാതകങ്ങളും ഒരുപാട് ക്രിമിനൽ കേസുകൾ ഇവന്റെ പുറകെ ഉണ്ട്. ഇപ്പോൾ കേരള പോലീസ് ഇവന്റെ പുറകെയാണ്, നൊട്ടോറിയസ് ക്രിമിനലാണ് ഇവൻ എന്നിങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അത് കേൾക്കുന്ന മൂപ്പൻ ആകെ ഒന്ന് ഞെട്ടിത്തരിച്ച് അങ്ങനെ ഇരിക്കുന്നുണ്ട്. എന്താ മൂപ്പ എന്ന് ചോദിക്കുമ്പോൾ, ഒന്നുമില്ല സാറേ, എല്ലാം വേലുവിന്റെ കാര്യം എന്തായി സാറ് എന്ന് ചോദിക്കുന്നുണ്ട്. അവന്റെ കാര്യം അവനോട് പോലീസുകാർ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും ഒരു സത്യം അവന് കിട്ടുന്നതെങ്കിൽ വരെ അവരിങ്ങനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട്, അവൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല സാർ, അവനൊരു പാവമാണ് എന്നൊക്കെ വീണ്ടും നമ്മുടെ മൂപ്പൻ പറയണം. അങ്ങനെ അതിനുശേഷം മൂപ്പൻ അവിടെ നിന്നും എഴുന്നേറ്റ് പോകുന്നുണ്ട്. പിന്നീട് നമ്മുടെ വേലുവിനെ തന്നെയാണ് കാണിക്കുന്നത്. വേലു ആകെ ക്ഷീണിച്ച് അങ്ങനെ സെല്ലിൽ കിടക്കുകയാണ്. അപ്പോൾ അവിടേക്ക് കിരൺ വരുന്നുണ്ട്. എടാ എന്ന് വിളിക്കുകയാണ്. അപ്പോൾ കിരണിനെ കണ്ട് പാവം എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റുന്നില്ല, വളഞ്ഞു കുമ്പിട്ട് അങ്ങനെ പതുക്കെ എഴുന്നേറ്റ് നിൽക്കുകയാണ്. എന്തിനാടാ നീ ഞങ്ങൾക്ക് തന്ന തേനിലെ വിഷം ചേർത്തത് എന്ന് ചോദിക്കുന്നുണ്ട്. സാറേ സത്യമായിട്ടും ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ഞാൻ എത്രയോ കഷ്ടപ്പെട്ടിട്ടാണ് ആ തേൻ ശേഖരിച്ച് നാട്ടിൽ വന്ന് വിൽക്കുന്നത്. ചൂടപ്പം പോലെ അപ്പം തന്നെ വിറ്റ് പോകുന്നില്ലേ? ഇത് ഞങ്ങളല്ല ശരിക്കും മായം ചേർക്കുന്നത്. ഞങ്ങളുടെ കയ്യിൽ നിന്ന് നാട്ടിലുള്ള ആൾക്കാർ മേടിച്ചിട്ട് അതിൽ മായം ചേർത്തിട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഞങ്ങൾ ഒരിക്കലും അങ്ങനെ മായം ചേർക്കില്ല. പിന്നെ എങ്ങനെയാടാ ഞങ്ങൾക്ക് തന്ന തേനിൽ വിഷം ചേർന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. സാറേ, ഞാനൊരു സത്യം പറയട്ടെ, ഞാൻ പോലീസുകാരോട് പോലും പറയാത്ത കാര്യമാണ്. ഞങ്ങളുടെ കാട്ടിൽ ഒരുത്തനെ ഞങ്ങൾക്ക് കളഞ്ഞു കിട്ടി എന്ന് പറയുകയാണ്. കളഞ്ഞു കിട്ടിയത് സ്വർണ്ണം വെള്ളി എങ്ങനെയാണോ നിങ്ങൾക്ക് കളഞ്ഞു കിട്ടാനായിട്ട് എന്ന് കിരൺ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയാണ്, സാറേ അവൻ ഒരുത്തനെ ഞങ്ങൾക്ക് അവിടെ നിന്നും കിട്ടി. അതെങ്ങനെയുള്ളവനാടാ? ഞാൻ ഇന്നാൾ നിനക്കൊരു ഫോട്ടോ കാണിച്ചു തന്നില്ലേ, അങ്ങനെയുള്ള വല്ലവരുമാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് അവനൊന്ന് ആലോചിക്കുകയാണ്. എന്താണ് ആലോചിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ, അതെ സാറേ, അവൻ തന്നെയാണ് എന്ന് പറയുന്നുണ്ട്. അവൻ ആ കാട്ടിലേക്ക് എത്തിയിട്ട് കുറച്ചായി. എൻ്റെ മാമനും മാമിക്കും അതുപോലെ എൻ്റെ അമ്മലു എന്ന് പറയുന്നത് അറിയാലോ, എൻ്റെ മുറപ്പെണ്ണാണ്. ഞാനുമായിട്ട് വിവാഹം ഉറപ്പിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഇപ്പം അമ്മലുവിന് എന്നെ ഇഷ്ടമല്ല, അവനെയാണ് ഇഷ്ടം. അതുകൊണ്ട് പിന്നെ ഇവിടെയുള്ള കാര്യം ആരോടും പറയരുതെന്ന് അവൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അവൻ്റെ പേര് വിനായകൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവൻ സംസാരിക്കാൻ കഴിയാത്തവനാണ്, പക്ഷെ എഴുതി കാണിച്ചു തന്നതാണ് വിനായകൻ എന്ന്. അവൻ ആ കാട്ടിലുണ്ട്. അവന് അവിടെ ഫോട്ടോ പിടിക്കാനും അതുപോലെ തന്നെ ഈ മരങ്ങൾ മുറിക്കുന്നവരും മൃഗങ്ങളെ ശല്യം ചെയ്യുന്നവരെയൊക്കെ കുറിച്ച് എഴുതാനൊക്കെ വന്നതാണെന്നാണ് ഞങ്ങളോട് പറഞ്ഞത് എന്ന് പറയുമ്പോൾ കിരൺ ഞെട്ടി ധരിച്ച് അങ്ങനെ നിൽക്കുകയാണ്. കിരൺ പറയുന്നുണ്ട്, നീ ഒളിപ്പിച്ചിരിക്കുന്നത് ആരെയാണെന്നറിയോ? ഒരു ക്രിമിനലിനെയാണ്. അവൻ എത്രയോ കൊലപാതകങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് അറിയോ? അപ്പം നീ ആവില്ല ഇതിന്റെ പുറകിൽ. അപ്പോഴേക്കും അവിടേക്ക് SI അവിടേക്ക് എത്തുന്നുണ്ട്. എന്താ സാറേ എന്ന് ചോദിക്കുന്നുണ്ട് കിരണിനോട്. ഇവൻ പറഞ്ഞത് കേട്ടില്ലേ, ഗംഗപ്രസാദ് ഇവന്റെ കാട്ടിലുണ്ടെന്ന്, ഇവന്റെ ഊരിലുണ്ടെന്നാണ് ഇവൻ പറഞ്ഞത് എന്ന് പറയുമ്പോൾ, എന്താടാ ഇത്ര ഇടിയിടിച്ചിട്ട് നീ എന്താടാ സത്യം പറയാഞ്ഞത് എന്ന് പോലീസ് ചോദിക്കുമ്പോൾ വേലു പറയുകയാണ്, സാറേ എനിക്ക് സത്യങ്ങൾ പറയാൻ അനുവാദമില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഊരുവിലക്കുണ്ടാവും. എനിക്ക് കാട്ടിൽ നിന്ന് പുറത്തു പോകേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ സത്യങ്ങൾ പറയാഞ്ഞത് എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്തായാലും ഇവനെ ഇറക്ക് എന്ന് പറഞ്ഞിട്ട് SI ആ കോൺസ്റ്റബിൾ അങ്ങനെ ആ സെല്ല് തുറന്നു കൊടുത്ത് അവനെ ഇറക്കുകയാണ്. എന്നിട്ട് അവൻ തന്നെയാണ് ഇവനെന്ന്, ഗംഗപ്രസാദ് എന്നെ കുറിച്ചാണ് ഇവൻ പറയുന്നത്, നമുക്കൊന്ന് ഉറപ്പിക്കേണ്ടേ എന്നും പറഞ്ഞ് പുറത്തേക്ക് കൊണ്ടുവരികയാണ്. എന്തായാലും കിരൺ പറയുന്നുണ്ട്, ഇനി ഇവനെ തല്ലിച്ചതച്ചിട്ടോ ഇവനെ ചോദ്യം ചെയ്തിട്ട് കാര്യമില്ല. ഇനി ഇവനല്ല കുറ്റവാളി, അവൻ തന്നെയാണ്. ഇനിയിപ്പോൾ അങ്ങോട്ട് പോകാം അവൻ്റെ അരികിലേക്ക് എന്നും പറഞ്ഞ് നിൽക്കുന്ന ആ ഒരു ഭാഗത്തോടു കൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക്